അങ്ങനെ സമരവും കഴിഞ്ഞു, മന്ത്രി രാജിയും വെച്ചു, എല്ലാവരും അവരുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ഇതൊന്നും എല്ലാത്തിനും എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അത് വേറെ ഒന്നുമല്ല, ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ന്യൂസ് ചാനലുകൾ ഉണ്ടല്ലോ, ഇവന്മാരുടെയൊക്കെ തനി നിറം, ശരിക്കുള്ള സ്വഭാവം ഉണ്ടല്ലോ, എല്ലാവരും മനസ്സിലാക്കി എന്നുള്ള കാര്യമാണ്. ഫോർത്ത് പില്ലർ എന്നൊക്കെയാണ് അവരിനെ തന്നെ വിളിക്കുന്നത്. അപ്പം ഇത്രയും ഉളുപ്പില്ലാത്ത, അതായത് പൈസയും വാങ്ങിച്ച് തെണ്ടിത്തരം പറയുന്ന ഒരു ടീംസ് ഇന്ത്യയിൽ വേറെയില്ല. ആ പ്രൊട്ടസ്റ്റിൻ്റെ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അത് പിന്നെ പോട്ടെ നോക്കിയാൽ. പക്ഷെ മത്സരിക്കായിരുന്നു എല്ലാവരും കൂടെ. അവർ ഫണ്ട് ചെയ്തു, ഇവരെല്ലാം പാകിസ്ഥാനികളാണ്, ഇവരൊക്കെ ആൻറ്റി നാഷണലിസ്റ്റ് ആണ്, ഇവരെ ഗവൺമെൻറ്റിനെതിരെ ചോദ്യം ചെയ്യാൻ ഇവരാരാണ്, ഇവർക്ക് ആര് അധികാരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിള്ളേരിനെ ഓരോന്ന് പറഞ്ഞ് തളർത്താനും ഇവരുടെ ആ ഒരു സംഭവത്തിനെ, ഈ ഒരു മൂവ്മെൻറ്റിനെ എന്തെങ്കിലും ചെയ്തു ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കായിരുന്നു എല്ലാവരും ചേർന്ന്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് തന്നെ വന്നിട്ട് പറയുകയാണ്, ഫോറിൻ ഫണ്ടിങ്ങിന്റെ ഒരു രേഖകളും ഇല്ല, ഒരു എവിഡൻസും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പറ്റില്ല, അവരപ്പോഴേക്കെന്താ ഇത്ര രൂപ അമേരിക്കയിൽ നിന്ന് വന്നു, ചൈനക്കാർ ഇത്ര അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അവരൊക്കെ അത് കണ്ട പോലെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇത് മാത്രം കാണുന്ന ഒരാൾ എന്താണ് വിചാരിക്കുക? സത്യം അയാളുടെ കയ്യിലേക്ക് എത്തുമോ? ഇല്ല. ഇതന്നെയാണ് ഇവന്മാർ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ ബൂമർ ജനറേഷൻ ഉണ്ടല്ലോ, ഈ വസന്തൻ ടീംസ്, ഇവന്മാരിനൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവന്മാർക്ക് ഈ ടി വിയിൽ ഇങ്ങനെ വന്നിട്ട് ന്യൂസ് മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞാലേ വിശ്വാസമാവുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഇവന്മാരിനെ അങ്ങനെ പ്രോഗ്രാംഡ് ആക്കിയതാണ് അവർ. ഈ മീഡിയ മാനിപ്പുലേഷൻ്റെ എത്ര കേസസ് ഉണ്ടറിയോ? ISR നമ്പി നാരായണൻ്റെ കേസ്, ഈ ഇറാഖിൽ മറ്റേ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം. അവിടെ പോകുമ്പോൾ ഒരു സാധനം ഇല്ല, പക്ഷെ മീഡിയക്കാരെല്ലാം പറഞ്ഞു എല്ലാം ഉണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വിട്ടോ വണ്ടി ഇറാഖിലേക്ക് യുദ്ധത്തിന് എന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല തവണ ഇവരെ പറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർക്കത് മതിയാവില്ല. അവർ പറയണ ഇതിൽ കാണണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ടീംസാണ് ഇപ്പോഴുള്ളത്. പക്ഷേ പുതിയ ജനറേഷനെ അതും പറഞ്ഞിട്ട് പറ്റിക്കാൻ പറ്റില്ല. അവർക്ക് നല്ല വിവരമുണ്ട്. ദേ ആർ ബോൺ ഇൻ ടു ദ ഇൻ്റർനെറ്റ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഈ ആരെങ്കിലും വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളൂ. അഭിനവ് പാണ്ഡെ എന്നൊക്കെ പറഞ്ഞൊരു യൂട്യൂബർ ഉണ്ട്, അവനൊക്കെ അത് കവർ ചെയ്ത വിധം ഉണ്ടല്ലോ. ആൾക്കാരൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് അവനോട് നന്ദി പറയുന്നൊരു വീഡിയോ ഒക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ കരയാണ് താങ്ക്സ് പറഞ്ഞു. അതുപോലെ സന്ദീഷും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഈ ഒരു സംഭവത്തിനെ ഈ ആൾക്കാരിലേക്ക് എത്തിക്കാൻ, അവിടെ എന്താ ശരിക്കും നടക്കുന്നത് എന്ന് കാണിച്ചു തന്നത് ഇങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സാണ്. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇറ്റ്സ് ടൈം ടു പാക്ക് ഇറ്റ് അപ്പ്. പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വിട്ടോ. നിങ്ങളെ കൊണ്ട് ഇവിടെ ഒരു ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം കുറേ പേർക്കെങ്കിലും മനസ്സിലായി.